നസർ, ഡൽഹിയിലെ പാറ്റ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്നും ഇവർ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നീറ്റ് പരീക്ഷ പോലെ സുപ്രധാനമായ പരീക്ഷകൾക്ക് വേണ്ടി എത്രമാത്രം മാനസിക ശാരീരിക സമ്മർദ്ദങ്ങൾ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും അനുഭവിക്കുന്നുണ്ട് എന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. ആ വീഴ്ച നിസ്സാരമായ വീഴ്ചയല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമരത്തെ നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ഈ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിഷ്കളങ്കമായ ഉദ്ദേശമുള്ളവരാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കഴിഞ്ഞ പല വീഡിയോകളിലും ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ എന്നെ പച്ച തെറി വിളിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഇങ്ങനെ എന്നെ തെറി വിളിച്ച മിക്കവരും തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവരാണ് എന്നത് വളരെ വിചിത്രമായി തോന്നി. അവർ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിൽ, അത് ബഹ്റൈൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഈ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ ഭരണകൂടത്തിനെതിരെയോ അല്ലാതെയോ ചെറുവിരലനക്കാനുള്ള അവകാശമില്ലെന്ന് ഓർക്കണം. എന്തിനേറെ നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം പോലും ഈ രാജ്യങ്ങളിലില്ല. എന്നാൽ ഈ രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലും വിമർശനം വന്നാൽ അപ്പോൾ തന്നെ അതിശക്തമായി പ്രതിരോധം സൃഷ്ടിക്കാൻ ഇക്കൂട്ടർ രംഗത്ത് വരാറുണ്ട്. അവരാണ് അവിടെ ജോലി ചെയ്തുകൊണ്ട് അവിടുത്തെ ജനാധിപത്യമില്ലായ്മ അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ ഉണ്ടാവുന്ന വളരെ നിഗൂഢമായ ഒരു സമരത്തെ എതിർക്കുന്നു എന്നതിന്റെ പേരിൽ എന്നെ പോലെയുള്ളവർ തെറി വിളിക്കുന്നത്. ഇക്കാര്യത്തിൽ നിരവധി പേർ എന്നെ വിമർശിക്കുന്നുണ്ട്. കോഴഞ്ചേരിക്കാരൻ എൻ്റെ സുഹൃത്ത് സാം തിരുവാതിൽ എന്നോട് ചോദിച്ചത് ഷാജൻ എങ്ങനെ നിങ്ങളുടെ സുഹൃത്തായി എന്നാണ് പലരും അദ്ദേഹത്തോട് ചോദിച്ചതെന്നാണ്. ഞാൻ സാമിനോട് പറഞ്ഞു, സുഹൃത്തല്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന്. വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ നിഷ്കളങ്കതയെ വിശ്വസിക്കാൻ സൗകര്യമില്ല എന്ന് പറയട്ടെ. അത് BJP-കാരോടുള്ള വാത്സല്യം കൊണ്ടല്ല, രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത വളർച്ചയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ആരോപണങ്ങൾ പലതും ഉണ്ടാവാം, പക്ഷേ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നമ്മൾ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നു. പാവപ്പെട്ട ഒരു രാജ്യത്തെ ശരിയാക്കിയെടുക്കാൻ കഠിന പ്രയത്നം ചെയ്യുകയാണ് മോദിയും കേന്ദ്ര സർക്കാരും. ഇതിനിടയിൽ ഇങ്ങനെയൊരു പാറ്റ വിപ്ലവത്തെ താങ്ങാനുള്ള ശേഷി ഈ രാജ്യത്തിനില്ല. മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അട്ടിമറിക്കപ്പെട്ടാൽ പിന്നെയുള്ള ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് ഇവർക്കാർക്കും അറിയില്ല. കഴിഞ്ഞ 20 വർഷമായി രാജ്യത്ത് സജീവമായിരിക്കുന്ന രാഹുൽ ഗാന്ധി ആ പദവിക്ക് യോഗ്യനാണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും ഏറ്റെടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം ഇപ്പോൾ ശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഭരണം അട്ടിമറിക്കപ്പെടുന്നത് ഉചിതമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മോദിയും BJP-യും ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നോ അവർക്ക് ഉയർന്ന ജനാധിപത്യ ബോധമുണ്ടെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യ ബോധത്തിൻ്റെ അഭാവം, ഈഗോയിൽ നിന്നുണ്ടാകുന്ന പിടിവാശിയൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷെ തൽക്കാലം നമ്മുടെ രാജ്യത്തിന് നല്ലത് മോദിയുടെ ഭരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. നമ്മുടെ രാജ്യം തകർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ചില വിദേശ ശക്തികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു ഈ സമരത്തിൻ്റെ പിന്നിൽ എന്ന് തീർച്ചയാണ്. മോദി സർക്കാരിനും BJP-ക്കും പറ്റിയ വീഴ്ച, കാലം ഒരുപാട് മാറിയെന്നും പുതിയ തലമുറയുടെ രാഷ്ട്രീയം ഇതുവരെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞില്ല എന്നതാണ്. പുതിയ തലമുറ തികച്ചും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. 1.5 ലക്ഷം മെഡിക്കൽ സീറ്റിന് വേണ്ടി 25 ലക്ഷം പേർ പരീക്ഷ എഴുതുമ്പോൾ തന്നെ അതിന് പ്രാധാന്യം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ അവർ ഒരു വിഷയം ഉയർത്തിയപ്പോൾ അത് അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നത് വീഴ്ച തന്നെയാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുന്ന അക്രമാസക്തമായ ഈ കലാപം അത് രാജ്യത്തിനെതിരെയുള്ളതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആവശ്യങ്ങൾ വിജയിക്കേണ്ടതാണ്. എന്നാൽ അവരുടെ പിടിവാശിക്ക് മുമ്പിൽ രാജ്യം വഴങ്ങിക്കൂടാ. ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, സമരം അവസാനിപ്പിക്കണം. അല്ലാതെ ഭരണത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ ഇത് കലാപമായി മാറാൻ പാടില്ല. കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് മോദി വിരുദ്ധ BJP വിരുദ്ധ സമരങ്ങളുടെ ഒരു ആവേശമാണ് ഇവിടെ ഇപ്പോഴും കാണുന്നത്. ഇതിനു മുമ്പുണ്ടായ പ്രധാന സമരങ്ങളിലൊക്കെ അതിനെ എതിർത്തവർക്കെതിരെ ഇതിനേക്കാൾ നീചമായ വാക്കുകൾ ഉപയോഗിച്ച് ആക്രമണമുണ്ടായിരുന്നു. എന്നിട്ട് സമരങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായി? പൗരത്വ ഭേദഗതി നിയമത്തിലേക്ക് പോവുക. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ഒരു മുസ്ലിമിന് പോലും ആ നിയമം വഴി രാജ്യം വിട്ടുപോകേണ്ടി വരില്ല എന്നും പറഞ്ഞപ്പോൾ എത്രമാത്രം തെറി കേട്ടു. ഇവിടെ ഇടത് വലത് ശക്തികൾ ഒരുമിച്ച് നിന്ന് നീ ഒരു മനുഷ്യനാണോ എന്ന് എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന് ഇരയായി ഏതെങ്കിലും ഒരു മുസ്ലിമിന് രാജ്യം വിട്ടു പോവേണ്ടി വന്നാൽ അവരോടൊപ്പം ഞാനും പോകുമെന്നാണ്.
എന്നിട്ട് ഈ നിയമത്തിനിരയായി ഈ രാജ്യം വിട്ടു പോവേണ്ടി വന്ന ഏതെങ്കിലും മുസ്ലിമിനെ ചൂണ്ടിക്കാട്ടാമോ? അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ബഹളം വെച്ചത്? എന്തിനായിരുന്നു നിങ്ങൾ നിയമപോരാട്ടം നടത്തിയത്? എന്തിനായിരുന്നു നിങ്ങൾ വിദ്വേഷം പടർത്തിയത്? ഇത് തന്നെയല്ലേ വഖഫ് ഭേദഗതി നിയമത്തിൽ സംഭവിച്ചത്? വഖഫ് ഭേദഗതി മുസ്ലിം അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമല്ല, നേരെ മറിച്ച് മുസ്ലിം ഇതര മനുഷ്യരുടെ സ്വത്തുക്കൾ അനധികൃതമായി കൈവശപ്പെടുത്തുന്ന കാടൻ നിയമത്തിനെതിരെയുള്ള ഭേദഗതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല. എന്നിട്ട് എന്തു സംഭവിച്ചു? ആ നിയമം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. പിണറായി വിജയൻ ആ നിയമം അനുസരിച്ച് വഖഫ് ബോർഡിന് രൂപം കൊടുത്തു. ആ നിയമം അനുസരിച്ച് തന്നെ വഖഫ് ബോർഡിന് രൂപം കൊടുക്കുമെന്ന് ഇപ്പോൾ VD സതീശനും പറയുന്നു. എന്ന് വെച്ചാൽ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ, അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ വിദ്വേഷ പ്രചരണമായിരുന്നു ഇതെന്നർത്ഥം. അന്ന് ഇത് ചൂണ്ടിക്കാട്ടിയ എന്നെ വിദ്വേഷ പ്രചാരകനാക്കി, വെറുപ്പിന്റെ പ്രതീകമാക്കി. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പാർട്ടികൾ ഉയർത്തുന്ന വിഷയങ്ങൾ പ്രസക്തമാണ്, എന്നാൽ ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറല്ല എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നത് അഹങ്കാരമല്ലേ? അവർക്ക് എന്തുകൊണ്ട് അവിടെ പോയി ചർച്ച ചെയ്തുകൂടാ? വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. മന്ത്രി രാജിവെക്കേണ്ടതാണ്. രാജിവെക്കുന്നില്ല എന്ന വാശി BJP ഉപേക്ഷിക്കേണ്ടതാണ്. ഇതൊക്കെ സത്യമാണെങ്കിലും രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? സമാധാനത്തോടെയാണ് പ്രതിഷേധിച്ചത്. അവരെ പോലീസ് തല്ലിച്ചതച്ചു എന്നൊക്കെ പറയുന്നത് നുണയല്ലേ? എത്ര പോലീസുകാർ ആശുപത്രിയിലായി? അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടില്ലേ? മാധ്യമപ്രവർത്തകരെ പോലും മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ കണ്ടില്ലേ? എന്തെല്ലാം വൃത്തികേടുകളാണ് പലരും ഈ സമരത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമരക്കാർ എന്തിനാണ് കാശ്മീരിന്റെ സ്വയംഭരണത്തെക്കുറിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത്? അതൊക്കെ വ്യക്തമാക്കുന്നത് ഈ സമരം നിഷ്കളങ്കമല്ല എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധേയമായി തോന്നി. ഇത് ശ്യാം ഗോപാൽ എഴുതിയതാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ആ ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആളുകൾ 30 വയസ്സിൽ താഴെ. അങ്ങനെ ഒരു രാജ്യത്തെ ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് 2 രീതിയിൽ ആത്യന്തികമായി പ്രതിഫലിക്കാം. യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള അവസരങ്ങൾ വേണ്ട രീതിയിൽ ഒരുക്കി കൊടുത്താൽ വൻ സാമ്പത്തിക കുതിപ്പിലേക്ക് നയിക്കും. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അസംതൃപ്തരായ യുവത വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് തിരിയും. അതിനൊരു തീപ്പരി മതിയാവും. വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. നമ്മുടെ ജനസംഖ്യയിൽ പകുതിയോളം 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ സൗകര്യം, ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അസംതൃപ്തരാകും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഡൽഹിയിൽ കാണുന്ന കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നില്ല. അത് ഏതു നിമിഷവും പ്രതീക്ഷിക്കണമായിരുന്നു. നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നേടുക എന്നത് ഇന്ന് ഇന്ത്യയിൽ അത്യന്തം ദുഷ്കരമായൊരു കാര്യമാണ്. നീറ്റ് പരീക്ഷയുടെ കാര്യം തന്നെ എടുത്താൽ ഏകദേശം 1,30,000 മെഡിക്കൽ സീറ്റുകൾക്കായി മത്സരിക്കുന്നത് 20 ലക്ഷത്തോളം പേരാണ്. സിവിൽ സർവീസിലാണെങ്കിൽ ഏകദേശം 1000-ഓളം വേക്കൻസികളിലേക്ക് മത്സരിക്കുന്നത് 10 ലക്ഷത്തോളം പേരാണ്. 43,000 റെയിൽവേ ജോലികൾക്കായി പരീക്ഷ എഴുതിയത് 1.5 കോടിയോളം പേരാണ്. JEE മെയിൻ എഴുതുന്ന 2% വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവസാനം IITയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികളുടെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. നമ്മുടെ ഓരോ കോമ്പറ്റീറ്റീവ് പരീക്ഷകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. വർഷങ്ങൾ നീളുന്ന കഠിന പ്രയത്നം, ഭാരിച്ച ചെലവ്, തളർത്തുന്ന ശാരീരിക മാനസിക പ്രയാസങ്ങൾ എല്ലാം അതിജീവിച്ച് വേണം ഈ പരീക്ഷകൾ എഴുതാൻ. എങ്ങനെയെങ്കിലും പരീക്ഷ ജയിക്കാൻ തത്രപ്പെടുന്നവരെ ചൂഷണം ചെയ്ത് കോച്ചിങ് സെന്ററുകൾ വളരുന്നു. അവ മാഫിയകളായി മാറും. അവർ തമ്മിലുള്ള മത്സരം കടുക്കുമ്പോൾ ചോദ്യപേപ്പറുകൾ മുൻകൂട്ടി ചോർത്തുക പോലെയുള്ള ക്രിമിനൽ പ്രവണതകൾ വളരും. അതിനായി കോച്ചിങ് സെന്ററുകൾ കോടികൾ ചെലവാക്കാൻ തയ്യാറാവും. ആത്യന്തികമായി വരുമ്പോൾ പരീക്ഷകൾ പ്രഹസനങ്ങളാവും. ഇതെല്ലാം കണ്ടും അനുഭവിച്ചും കഴിയുന്ന യുവാക്കൾക്കിടയിൽ സ്വാഭാവികമായും അസംതൃപ്തി പുകയും. ഒരു ചെറിയ പ്രകോപനമുണ്ടായാൽ അത് ആളിക്കത്തും. ഇപ്പോൾ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പോലെയുള്ള പ്രക്ഷോഭം സത്യത്തിൽ ഏതു നിമിഷവും ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു സർക്കാരെ വരുത്തിവെച്ച അവസ്ഥയല്ല, പതിറ്റാണ്ടുകളുടെ വിഴിപ്പാണിത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടല്ല ഈ സാഹചര്യം ഇങ്ങനെയായത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥിതിഗതികൾക്ക് ഒരുപാട് മാറ്റമുണ്ടായി. ആ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി കാണുക. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആത്മാർത്ഥമായി നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ IITകളുടെ എണ്ണം 16-ൽ നിന്ന് 23ആയി. IIMകൾ 13-ൽ നിന്ന് 22ആയി. എയിംസ് 7-ൽ നിന്ന് 23ആയി. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 431-ൽ നിന്ന് 818ആയി. MBBS സീറ്റുകളുടെ എണ്ണം 51,348-ൽ നിന്ന് 1,28,926ആയി. മെഡിക്കൽ PG സീറ്റുകൾ 31,185-ൽ നിന്ന് 80,822ആയി. അങ്ങനെ നിരവധി മാറ്റങ്ങളുണ്ടായി. ഈ കണക്ക് സുപ്രധാനമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ
ഇരട്ടിയോളം വർധനവുണ്ടായി എന്നത് നിസ്സാരമായി കരുതരുത്. എല്ലാം മോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന് പറയുമ്പോൾ ഈ ചെയ്തത് വിസ്മരിക്കാതെ വേണം വിമർശിക്കാൻ. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി. മേക്ക് ഇൻ ഇന്ത്യ, PLI പോലെയുള്ള പദ്ധതികളിലൂടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിച്ചു. അഭൂതപൂർവമായ അടിസ്ഥാന സൗകര്യ വികസനം വലിയ രീതിയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ നിരവധി ഇടപെടലുകൾ. പക്ഷേ ഇതൊന്നും മതിയാവില്ല എന്നതാണ് വാസ്തവം. ഇത്ര വലിയ യുവജനസംഖ്യയുള്ള രാജ്യത്തെ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. ഇനിയും പല മടങ്ങ് ശക്തിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കണം. വെറും ഓർമ്മശക്തി അളക്കുന്നവയാണ് ഇപ്പോഴും നമ്മുടെ പല പരീക്ഷകളും. അത്തരം സമ്പ്രദായങ്ങൾ അടിപൊളി പരിഷ്കരിക്കണം. കൂടുതൽ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാവണം. കൂടുതൽ തുക അതിലേക്കായി നീക്കിവെക്കണം. അതിനുകൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ശക്തമായി തുടരണം. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ആദ്യം സുസ്ഥിരമായ ശക്തമായ ഒരു സർക്കാർ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നത് നമ്മുടെ ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ടതുണ്ട്. സർക്കാരും CJP പ്രതിനിധികളും തമ്മിൽ ഒരു തുറന്ന ചർച്ച നടത്തി യുവാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ച് ഒരു പരസ്പര സഹകരണത്തിലൂടെ മാത്രം മുൻപോട്ട് പോയാൽ മാത്രമേ ക്രിയാത്മകമായ ഒരു പരിഹാരം കാണാൻ സാധിക്കൂ. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നല്ല ഒരു അവസരമാണിതെന്ന് മനസ്സിലാക്കി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ഇനി പല ശക്തികളും ശ്രമിക്കും. അത്തരം ശക്തികളുടെ വലയിൽ കുടുങ്ങിപ്പോയാൽ നമ്മൾ വലിയ അപകടത്തിലേക്കാവും പോവുക എന്നത് തിരിച്ചറിയാൻ സാധിക്കണം. സർക്കാരും അനാവശ്യ കടുംപിടുത്തങ്ങൾ മാറ്റിവെച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്താൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തി രാജ്യത്തെ ഇനിയും വളർച്ചയിലേക്ക് നയിക്കാൻ ഇതൊരു നല്ല അവസരമാണ്. നല്ലത് വരട്ടെ. ഏറ്റവും വ്യക്തതയുള്ള നിരീക്ഷണമായി ഞാനിതിനെ കാണുന്നു. CJP ഉയർത്തുന്ന വിഷയങ്ങൾ ആധികാരികമാണ്. കൃത്യമായി പരീക്ഷ നടത്താൻ പോലും കഴിയാതിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച പറ്റിയവർക്കെതിരെ നടപടിയെടുത്താൽ മാത്രം പോരാ, അതിന് ചുമതലയുണ്ടായിരുന്ന മന്ത്രിക്കെതിരെ നടപടി ഉണ്ടാവണം. ഇതൊക്കെ വാസ്തവമാണെങ്കിലും തെരുവിലേക്ക് കലാപം അഴിച്ചുവിട്ട് ചില നിഗൂഢ ശക്തികളുടെ പിന്തുണയോടെ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ, മറ്റൊരു ശ്രീലങ്കയോ നേപ്പാളോ ബംഗ്ലാദേശോ ആക്കാൻ ശ്രമിച്ചാൽ അതിന് നിന്നുകൊടുക്കേണ്ടതില്ല. ആ ശക്തികൾക്കെതിരെ കൂടി നിലപാടെടുത്താൽ മാത്രമേ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ.